ചെറുകഥ നീലക്കുറിഞ്ഞി. രചന ദിവാകരൻ PK പൊന്മേരി. ശബ്ദം നൽകിയത് അനീഷ് പുലിയൂർ. നീലക്കുറിഞ്ഞി. കിഴക്ക് വെള്ളകീറി നേർത്ത തണുപ്പരിച്ച് കയറുമ്പോൾ നിരഞ്ജന്റെ നെഞ്ചിലെ ചൂടുപറ്റി കെട്ടിപ്പിടിച്ചു കിടന്ന ജോത്സന പാതിമയക്കത്തിൽ വ്യക്തമാകാത്ത രീതിയിൽ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടിരുന്നു. രണ്ട് കണ്ണുകളും തുറന്നു പിടിച്ച് ഏകാഗ്രമായി ഗുപ്തന്റെ കഥകളിലെ വരികൾ ഓരോന്നും ആർത്തിയോടെ പെറുക്കിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പ്രിയ. ഗുപ്തന്റെ കഥകളുടെ വലിയ ആരാധികയാണ് പ്രിയ. ഗുപ്തന്റെ കഥകളെല്ലാം തേടിപ്പിടിച്ച് വായിക്കുന്നത് പ്രിയയുടെ ഭർത്താവ് അനിരുദ്ധൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അനിരുദ്ധന്റെ ബിസിനസിന്റെ തിരക്കിനിടയിൽ അതേക്കുറിച്ചവർ ഒന്നും സംസാരിക്കാറില്ല. അല്ലെങ്കിലും എന്തിനെക്കുറിച്ചാണ് അവർ സംസാരിക്കാറ്? പ്രിയേ, എനിക്കിന്ന് കൊച്ചിയിൽ കോൺഫറൻസ് ഉണ്ട്, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞേ വരാൻ പറ്റൂ. പ്രിയേ, എൻ്റെ ടൈ എവിടെ? പ്രിയേ, എൻ്റെ ഷൂ പോളിഷ് ചെയ്തു. ഒറ്റപ്പെട്ടുപോയ ദിനങ്ങളിൽ ഗുപ്തന്റെ കഥകളിലെ സ്നേഹത്തിന്റെ പറുദീസ കണ്ട് ഗുപ്തന്റെ കഥകളിലെ നായികയാവാൻ പ്രിയ സ്വപ്നം കാണാൻ തുടങ്ങി. നീലക്കുറിഞ്ഞ് വിരിഞ്ഞു നിൽക്കുന്ന പൈതൽ മലയും കൂകി വിളിച്ചാൽ അലയിടിക്കുന്ന സൂയിസൈഡ് പോയിന്റ് എന്ന് വിളിക്കുന്ന അഗാധ ഗർത്തവും ഗുപ്തന്റെ മിക്ക കഥകളിലുണ്ടെന്ന് കണ്ടുപിടിച്ചു. പോകെ പോകെ നീലക്കുറിഞ്ഞിയും പൈതൽ മലയും പ്രിയെ പല രാത്രികളിലും ആടി വിളിക്കുന്നതായി തോന്നി. ഏറെ വൈകി ആടിയുലഞ്ഞു വരാൻ തുടങ്ങിയ അനിരുദ്ധൻ അപ്പോൾ മാത്രമുള്ള സ്നേഹപ്രകടനവും ചേർത്ത് പിടിച്ചുള്ള ക്ഷമ പറച്ചിലും പ്രിയ ഒന്നും പറയാതെ ഉള്ളാൽ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. എന്തെന്നില്ലാത്ത സന്തോഷവും സംരക്ഷണവും അവൾ ആ നിമിഷങ്ങളിൽ കണ്ടെത്തി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിക്കൊണ്ടിരുന്നു. അനിരുദ്ധൻ്റെ നില കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നപ്പോൾ പ്രിയയുടെ ശബ്ദം വീടിന് വെളിയിൽ കേൾക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് പ്രിയ നിരന്തരം ഫോണിൽ മണിക്കൂറുകളോളം സംസാരിക്കുന്നതിനെപ്പറ്റി ഇരുവരുടെയും വാക്പോരുകൾ ചെന്നെത്തിയത് കടുത്ത സംശയത്തിൻ്റെ നിഴലിലായിരുന്നു. അസ്തമയ സൂര്യൻ പടിഞ്ഞാറ് കരിമ്പടം മൂടിപ്പുതച്ചുറങ്ങാൻ തുടങ്ങിയപ്പോൾ പ്രിയ വീട് വിട്ടിറങ്ങി നീലക്കുറിഞ്ഞ് പൂത്തു നിൽക്കുന്ന പൈതൽമല ലക്ഷ്യമാക്കി അവൾ കുതിക്കുകയായിരുന്നു. അവിടെ സ്നേഹത്തിൻ്റെ പറുദീസ തീർക്കുന്ന ഗുപ്തൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു. തൻ്റെ ആരാധികയെ ഇറുകെ പുണരുമ്പോൾ പ്രിയ സ്നേഹത്തിൻ്റെ പറുദീസ തീർക്കുന്ന ഗുപ്തൻ്റെ വിരലുകളിൽ പലവട്ടം അമർത്തിച്ചുംബിച്ചു. മാറിൽ ഒട്ടിപ്പിടിച്ചു കിടക്കുമ്പോൾ തനിക്ക് നഷ്ടപ്പെട്ട ദിവസങ്ങൾ ഓർത്താണവൾ സങ്കടപ്പെട്ടത്. ഗുപ്തനോടൊത്തുള്ള ജീവിതം പ്രിയ ആവോളം ആസ്വദിച്ചു. സാഹിത്യ ക്യാമ്പുകളും അവാർഡ് മേളകളും പ്രിയയിൽ ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമായിരുന്നു. മാസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഗുപ്തന്റെ കഥകൾക്ക് കാത്തുനിന്ന പ്രസാധകർ കണ്ടഭാവം നടിക്കാതെയായി. സർക്കുലേഷൻ കുറവാണ്, കഥകൾക്ക് ഡിമാൻഡില്ല, നിങ്ങൾ പാട്ടെഴുതി തരൂ, നമുക്ക് നോക്കാം. ഗുപ്തനും മാറാൻ തുടങ്ങി. ഒരു കവിളത്തടിച്ചാൽ മറുകവിൾ കാണിച്ചു കൊടുക്കുന്ന ഗുപ്തനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പലരോടും തർക്കിച്ചും ബഹളം വച്ചും പലപ്പോഴും മൂക്കുമുട്ട മദ്യപിച്ച് വഴിയിൽ കിടക്കാൻ തുടങ്ങി. നീലക്കുറിഞ്ഞ് പൂത്ത ഒരു നാൾ പ്രിയ ഒരിക്കൽ കൂടി പൈതൽ മല കയറി ഗുപ്തന്റെ സ്നേഹത്തിന്റെ പറുദീസ തീർത്ത കഥകളിലെ നായികാനായകന്മാരുടെ പേരുകൾ ഉറക്കെ വിളിച്ചുകൂകി. അല്പനേരത്തിന് ശേഷം നിശബ്ദത തളം കെട്ടിക്കിടക്കുന്ന പൈതൽമല ശ്മശാനമുകുതയെ ഭേദിച്ചുകൊണ്ട് അലയടികൾ നിലച്ച അഗാധ ഗർത്തത്തിൽ നിന്നും അല്പനേരത്തിന് ശേഷം അനിയേട്ട എന്ന നിലവിളി ഉയർന്നു. ഇന്നും ആ നിലവിളി പൈതൽമലയിൽ കേൾക്കാം.